ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഇതുണ്ടാക്കാൻ പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകും. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിക്ക് ഉപ്പുമാവ് എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വറുത്ത് റെഡി ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം വറുത്ത് ഒരു ബ്രൗണൊന്നും ആവേണ്ട, അപ്പത്തിന് നമ്മളത് എടുക്കണം. ഒരു ചെറിയ ബ്രൗണിഷ് കളറാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് വറുത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒരു ചട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതേമാതിരി വലിയ വട്ടക അടുപ്പത്ത് വെക്കാം കേട്ടോ. ഞങ്ങളിതിലാണ് ഉപ്പുമാവൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കൽ. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ട് നല്ലോണം കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് നല്ലോണം പൊട്ടി വരുന്ന ടൈം അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലോണം പൊട്ടി കടുക് മൊത്തത്തിൽ പൊട്ടണം കേട്ടോ. എണ്ണയും ഗീയും നമ്മൾ ഇട്ടതിന് ശേഷം കാന് വരുമ്പോൾ വേണം നമ്മൾ കടുകിട്ടിട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കാൻ. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നല്ലോണം സവാള വഴറ്റി വരുന്ന വരെ നമുക്കൊന്ന് ബ്രൗൺ ആ ഒരു കളറാവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ഉപ്പുമാവ് നമ്മൾ വേവിക്കാനൊക്കെ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മളൊക്കെ ഒരേ സാധനത്തിൽ തന്നെ ചെയ്യുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൽ തന്നെ വറുത്തിട്ട് അത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഞങ്ങളെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണം. അതേമാതിരി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഇനി കുറച്ച് നേരത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് സുഖിരത്തിലാക്കി തരാനും വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളുടെ ഈ ഒരു മിക്സ് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു നമ്മളുടെ നിങ്ങൾക്കറിയാമല്ലോ, സവോള വഴറ്റി വരുന്ന ഒരു ടൈം അത്രയും നമ്മൾ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന റവൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 കപ്പോളം വരുന്ന വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് ആ ഒരു സൈഡൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, മല്ലിച്ചപ്പൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് മല്ലിച്ചപ്പിൻ്റെ എന്ന് വെച്ചാൽ നമ്മളെ ഉപ്പുമാവിൻ്റെ ഒപ്പം മല്ലിച്ചപ്പ് അതും കഴിക്കാൻ കിട്ടും. അതിൻ്റെ മണം, ഉപ്പുമാവിൻ്റെ മണം, ഉപ്പുമാവിൻ്റെ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്ന് നമുക്കിത് നല്ലോണം തിളപ്പിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മളുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ വറുത്ത് വെച്ച് മാറ്റി വെച്ച ഒരു റവ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊണ്ട് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കുത്തി കഴിഞ്ഞാൽ പണിപ്പാളും കൈസ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇളക്കിയും കൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലിടുക. ഇത് വെച്ച് മിക്സ് ചെയ്യുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഈ വറുത്ത ഉപ്പുമാവ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാണ്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അടി പിടിച്ചിട്ട് അതൊരു ജസ്റ്റ് ഇങ്ങനെ കട്ട കുത്തി നിൽക്കും. അപ്പോൾ ഇത് ഒന്നാമത്തെ കട്ട കുത്തിയാണ് നിൽക്കുന്നത്, പക്ഷെ നല്ലോണം കട്ട കുത്തി നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഉപ്പുമാവൊക്കെ ആ വെള്ളം ഇങ്ങനെ കുടിച്ചിങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അതാണ് കുറച്ചുകൂടി നല്ലൊരു കാര്യം. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് വെന്ത് റെഡി ആയി കിട്ടും.
നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റി ആക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ മാതിരി മല്ലിച്ചപ്പൊക്കെ ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ, നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മളുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു വെച്ച് കൊടുത്തു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് സാധാ മാതിരി തന്നെ, പക്ഷേ കുറച്ചും കൂടി വെറൈറ്റി ആണ് എന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.